ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. സക്കോവോസിൻ്റെ ഭവനത്തിൽ യേശു ജെറീക്കയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുകയായിരുന്നു. അവിടെ സക്കോവോസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരാണെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. ദുഃഖം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കോവോസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സക്കോവോസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിനു രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കണ്ടത് സക്കോവോസ് എന്ന പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യനെയാണ്. അദ്ദേഹം ചുങ്കം പിരിച്ച ഒരു വ്യക്തിയാണ്. യേശുവിനെ കണ്ടപ്പോൾ, യേശുവിൻ്റെ വാക്കുകൾ ശ്രവിച്ചപ്പോൾ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. യേശുവിനെ കാണാൻ വേണ്ടി അദ്ദേഹം മരത്തിന് മുകളിൽ കയറിയിരുന്നു. കാരണം അദ്ദേഹത്തിന് പൊക്കം കുറവായിരുന്നു. യേശു ആ വഴിയിലൂടെ കടന്നു പോയപ്പോൾ മുകളിലേക്ക് നോക്കി വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, യേശു സക്കോവോസിനെ വിളിച്ചു, താഴേക്ക് ഇറങ്ങി വരിക. ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ നിന്നോട് കൂടിയാണ് താമസിക്കുന്നത് എന്ന ആ സന്തോഷം യേശു അറിയിച്ചു. യേശുവിൻ്റെ സ്നേഹവും കരുണയും എല്ലാം കണ്ടപ്പോൾ അദ്ദേഹം മാനസാന്തരപ്പെട്ട് പറഞ്ഞു, ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സ്വത്തുക്കളോ പണമോ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന്. ഈശോ പറയുകയാണ്, ഇന്നീ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു എന്ന്. നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ നമ്മുടേതല്ലാത്ത ഒന്നും നമുക്ക് സ്വീകാര്യമല്ല. മറ്റുള്ളവരുടെ സ്വത്തുക്കളോ പണമോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ച് ഏൽപ്പിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം, സന്തോഷവും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. സക്കോവോസിനെ പോലെ ഈ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കട്ടെ. ഇന്നത്തെ ഈ ഞായർ ദിവസം വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വചനമനുസരിച്ച് ജീവിക്കുവാൻ നാമെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.